ഹായ് ഫ്രണ്ട്സ്, സെൻട്രം വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മളുടെ വിഷയം, ഇപ്പോൾ ജൂലൈ മാസമായി. ഈ മാസത്തെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ പച്ചക്കറികളുണ്ട് എന്നുള്ളതാണ്. അപ്പം ജൂൺ മാസം എന്ന് പറഞ്ഞാൽ പൊതുവെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ അധികം മഴയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കൃഷികളൊക്കെ പോകുന്നുണ്ടായിരുന്നു. സാധാരണ കൃഷി നന്നായിട്ട് പോവാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിത്ത് കൊണ്ട് പാകി മുളപ്പിച്ച് അതിനെ കിളിപ്പിച്ച് കൊണ്ടുവരുമ്പോഴത്തേന് മഴ അധികമാകുമ്പോഴത്തേന് അതെല്ലാം നശിച്ചു പോകുന്നു. ആ ഒരു കാരണം ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലാതെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും. അതിന് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സെപ്പറേറ്റ് ട്രേയിലോ ചട്ടിയിലോ ഒക്കെ മഴ നേരിട്ട് കൊള്ളാത്ത സ്ഥലത്ത് വിത്ത് പാകി കിളിപ്പിച്ചിട്ട് 4-5 ഇല പരുവമാകുമ്പോൾ മാറ്റി നട്ടാൽ ആ പ്രശ്നം മാറും. ഒരു 20 തൈയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-15 എണ്ണമെങ്കിലും കിട്ടും. അതായത് നമ്മൾ കുറച്ചൊക്കെ നശിച്ചു പോകും, കുറച്ചൊക്കെ നമുക്ക് സംരക്ഷിച്ചുകൊണ്ട് വരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മണ്ണിൻ്റെ pH, പുളിപ്പ് ഈ സമയത്ത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ള കൃഷിയാണെങ്കിലും ഇടയ്ക്ക് കുറച്ച് ഡോളോമേറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുക. പുതിയതായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങുന്നതിന് കുമ്മായം തന്നെ ഇടുക. ബേസിൽ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത് പുളിപ്പ് കളഞ്ഞ മണ്ണിൽ കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. നമുക്ക് ജൂലൈ മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ ഐറ്റം നമ്മളുടെ അടുക്കളയിൽ എന്നും നമുക്ക് ആവശ്യമുള്ളതും എന്നാൽ മഴ സമയത്ത് നല്ല രീതിയിൽ വിളവ് തരുന്നതുമായ മുളകുകളാണ്. ഇത് കണ്ടോ, ഇതൊരു ടൈപ്പ് ഉണ്ടമുളകാണ്. ഇതുപോലെ ഏത് തരം മുളകും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് ട്രെയിലൊക്കെ പാകി മുളപ്പിച്ച് പറഞ്ഞതുപോലെ മാറ്റി നട്ടാൽ മതിയേ. രണ്ടാമത്തെ ഐറ്റം വെണ്ട. മഴക്കാലത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് വെണ്ട. അപ്പോൾ അത് പറഞ്ഞ കൂട്ടത്തിൽ പറയട്ടെ, മംഗലാപുരം ഊരുവെണ്ട ഉൾപ്പെടെ 10-ലധികം വെറൈറ്റി ആയിട്ടുള്ള വെണ്ട വിത്തുകൾ നമ്മുടെ സെൻട്രം ഓൺലൈൻ സ്റ്റോറിലുണ്ട്. അത് മാത്രമല്ല 400-ലധികം വെറൈറ്റി വിത്തുകളുമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് കാറ്റലോഗ് നോക്കി ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വെണ്ട നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം കെട്ടി നിൽക്കാതെ കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം നമ്മളിപ്പോൾ ചുവട് കുറച്ച് പൊക്കി വാരം തോണ്ടുക എന്നൊക്കെ പറയും. ഇവിടെ വാരമൊക്കെ വെട്ടി പൊക്കി മണ്ണ് കൂമ്പാരമായിട്ടിട്ട് കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ഏത് കൃഷി ആയിക്കോട്ടെ വെള്ളം വന്ന് ചുവട്ടിൽ കെട്ടിക്കിടക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കരുത്. ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒക്കെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് വെള്ളം വീണാൽ അപ്പം തന്നെ വാർന്നു പോകുന്ന പോലെ ഡ്രെയിനേജ് ഉറപ്പാക്കിയിട്ട് വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട്. പിന്നെ ഈ സമയത്ത് മണ്ണിലോട്ട് നേരിട്ട് മഴ പെയ്യുമ്പോഴത്തേനും മണ്ണിൽ ഉറഞ്ഞു പോകും, വായു സർക്കുലേഷൻ നിൽക്കും. അങ്ങനെ വരുമ്പോഴും ചെടി മുരടിച്ചു പോകാൻ കാരണമാകും. അന്നേരം നമ്മൾ ചെയ്യാനുള്ളത്, മണ്ണിന് ഇളക്കം കിട്ടുന്ന എന്തെങ്കിലും കരിയില പൊടിച്ചതോ കരിയിലോ ഒക്കെ ഇട്ട് കൂടുതലായിട്ടിട്ടിട്ട് ഗ്രോ ബാഗിൽ എയർ സർക്കുലേഷൻ കൂട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗം. പിന്നെ പയർ ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും. ഏത് തരം പയറും, കുറ്റിപ്പയറാകട്ടെ നീളം പയറാകട്ടെ ഏത് തരം പയറും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് നമ്മളുടെ പന്തലിലോട്ട് പടർന്നു കയറുന്ന ടൈപ്പുകളാണ്. അപ്പം ഈ സമയത്ത് നമുക്ക് കൃഷി ചെയ്തെങ്കിൽ മാത്രമേ, എല്ലാ തരം ടൈപ്പും കൃഷി ചെയ്തെങ്കിലേ ഓണത്തിനോട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം കിട്ടുന്നതാട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം. കുറച്ചൊക്കെ നശിച്ചു പോകും. നമുക്ക് തന്നെയാണെ പടവലവും പീച്ചിലും ഒക്കെ കുറച്ചൊക്കെ ആയി വരുമ്പോൾ തന്നെ വെള്ളം കെട്ടി നിന്ന് ചീഞ്ഞു പോകുന്നുണ്ട്. പലർക്കും അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. എന്നാൽ കുറച്ചൊക്കെ കിട്ടും, കുറച്ചൊക്കെ നഷ്ടമാകും. അതും കുക്കുംബർ, സാധാരണ കുക്കുംബറും എല്ലാം നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും. ചീരയിൽ വെള്ളം വീണ് കഴിയുമ്പോഴത്തേന് ഇലപ്പുള്ളി രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പച്ചച്ചീര, അതുപോലെ ചീര നമ്മളുടെ നിത്യജീവിതത്തിൽ 3 ദിവസം കൂടുമ്പോഴെങ്കിലും കഴിക്കണമെന്നാണല്ലോ. വള്ളിച്ചീരയോ പൊന്നാങ്കണ്ണി ചീരയോ പച്ചച്ചീര, അങ്ങനെ ഏത് തരം ചീരയാണെങ്കിലും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ആ സമയം നോക്കി ഓരോ സ്റ്റേജ് അനുസരിച്ച് കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചുമന്ന ചീരയും പച്ചച്ചീരയും ഇടകലർത്തി നടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കീടാക്രമണം തടയാനായിട്ട് പറ്റും. പിന്നെ തക്കാളി, നമ്മൾ ഏത് സമയത്തും തക്കാളി കൃഷി ചെയ്യും. അതിന് നമ്മൾ ഷെയ്ഡിലോട്ട് മാറ്റി രാവിലത്തെ ഇളം വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കിയാണ് തക്കാളിയെ പ്ലേസ് ചെയ്യുന്നത്. അല്ലാതെ നേരിട്ട് മഴ കൊള്ളുന്നിടത്ത് വെക്കുകയാണെങ്കിൽ ചെടി നശിച്ചു പോകും. പൂക്കൾ വന്നു കഴിഞ്ഞാൽ കായകളായി മാറുകയുമില്ല. അതുകൊണ്ട് അങ്ങനെ സൗകര്യമില്ലാത്തവർ തക്കാളി ഇപ്പോൾ കൃഷി ചെയ്യേണ്ട. അല്ലാതെ ഷെയ്ഡിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നവർ തക്കാളിയും കൃഷി ചെയ്യാവുന്നതാണ്. അതുപോലെ കുമ്പളവും മത്തനും ഒക്കെ നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും. കൂർക്ക നട്ടിട്ടില്ലാത്തവർ ജൂൺ ജൂലൈ മാസത്തിലാണ് കൂർക്ക നടുന്നത്. അതുപോലെ ഇഞ്ചി മഞ്ഞളും ഒക്കെ ആയിക്കോട്ടെ നമുക്ക് ഈ സമയത്താണെങ്കിലും നട്ടു കൊടുക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് കൃഷി തുടങ്ങിയിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ഇൻസ്പയർ ആയിട്ട് കുറേ പേര് കൃഷി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൃഷിയുടെ ഫോട്ടോസൊക്കെ ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇടണം കേട്ടോ. അപ്പം എല്ലാവരും കൃഷി ചെയ്യുക. അപ്പം നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റായിട്ട് അത് പറയണം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.